തിരുമൂലദേവന്റെ തിരുമന്ത്രം 5-ാം തന്ത്രത്തിലെ ജ്ഞാനയോഗത്തിലെ അടുത്ത ചില പാടലുകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നോക്കൂ. ജ്ഞാനം തെളിഞ്ഞിരുന്നിടുവാൻ ജ്ഞാനിയാവും, ജ്ഞാനി ഏകാന്തനായിരിപ്പോവും ബ്രഹ്മമാകും, ലോകാചാരങ്ങളെല്ലാം അങ്ങ് അസ്തമിച്ചിരിക്കും, പകയറ്റ ജ്ഞാനത്തിനെ ചേർന്നിരുന്നവർക്കെല്ലാം. ഇതാണ് തിരുമൂലദേവൻ പറയുന്നത്. നോക്കൂ. ജ്ഞാനം തെളിഞ്ഞിരുന്നിടുന്നവൻ ജ്ഞാനിയാകും. ജ്ഞാനത്തിൻ്റെ സമ്പൂർണമായ അവസ്ഥയിൽ അയാൾ പരിപൂർണ ജ്ഞാനിയായി മാറും. ജ്ഞാനത്തിന് തന്നെ പല അവസ്ഥകളുണ്ട്. അതിൽ ജ്ഞാനം തെളിഞ്ഞ് വികസിച്ച് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ അയാളെ ജ്ഞാനത്തിൽ ജ്ഞാനി എന്ന് വിളിക്കാം. അയാൾ ജ്ഞാനി ഏകാന്തനായിരിപ്പേടം ബ്രഹ്മമാകും. ജ്ഞാനി ഏകാന്തമായിട്ട് ഒരിടത്തിരുന്നാൽ ആ സ്ഥലമാകെ ബ്രഹ്മമായി മാറും. അപ്പോൾ എവിടെയാണോ ജ്ഞാനി ഏകാന്തത്തിൽ കുടികൊള്ളുന്നത് ആ പ്രദേശമാകെ ജ്ഞാനലോകമായി മാറും. അതാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. ജ്ഞാനി ഏകാന്തനായി ഇരിക്കുന്നത് ഏത് സ്ഥലത്താണോ അവിടമാകെ ജ്ഞാനത്തിൻ്റെ വെള്ളിവെളിച്ചം നിറഞ്ഞിരിക്കും. പിന്നെയോ ലോകാചാരങ്ങളെല്ലാം അങ്ങ് അസ്തമിച്ചിരിക്കും. പിന്നെ അയാൾക്ക്, ഈ ജ്ഞാനിക്ക്, ലോകാചാരങ്ങൾ നിർബന്ധമല്ല. ആചാരങ്ങൾ സാധാരണ മനുഷ്യർക്കുള്ളതാണ്. പരിപൂർണ ജ്ഞാനിയായ ഒരു വ്യക്തിക്ക് ഒരിക്കലും ആചാരങ്ങളൊന്നും ലോകാചാരങ്ങളൊന്നും ബാധകമേയല്ല. അതുകൊണ്ട് നമ്മുടെ ആചാരത്തിൻ്റെ മാനദണ്ഡം കൊണ്ട് ഒരു ജ്ഞാനിയെ ഒരിക്കലും അളക്കാൻ പറ്റില്ല. നമ്മുടേതായ നീതി നിയമങ്ങളും ലോകാചാരങ്ങളും ഒരു ജ്ഞാനിയെ അളക്കാനുള്ള അളവുകോലേയല്ല. അദ്ദേഹം എപ്പോഴും ചിലപ്പോഴെങ്കിലും നമ്മുടെ ആചാരങ്ങൾക്ക് നിരക്കാത്ത തരത്തിൽ ജീവിച്ചു പോരാം. ആ ആചാരങ്ങളൊന്നും ആ ജ്ഞാനിക്ക് ബാധകമല്ല. അതുകൊണ്ട് പ്രത്യേകിച്ചും സാധാരണക്കാരായ വ്യക്തികൾ ഓർക്കണം, അവരുടേതായ ആചാര മാനദണ്ഡങ്ങൾ കൊണ്ട്, നീതി നിയമ മാനദണ്ഡങ്ങൾ കൊണ്ട് ഒരു ജ്ഞാനിയെ ഒരിക്കലും അളക്കാൻ കഴിയില്ല. പിന്നെ നോക്കൂ. അറിവും പിന്നടക്കവും അഖണ്ഡജ്ഞാനത്തോടും പിരിയാതിരിപ്പോർ ശിവലോകത്തിൽ വാഴോരാം, കുറിയും ഗുണവും ഗുരുപാദവും നീങ്ങിടാത്ത നെറിയത് ഉള്ളോർക്കിത് നീരിൽ പ്രകാശം താനേ. അപ്പോൾ ഒരു പരിപൂർണ ജ്ഞാനി എപ്പോഴും പ്രകാശമായി, എപ്രകാരമാണോ വെള്ളത്തിൽ വെള്ളത്തിൽ പ്രകാശം പ്രതിഫലിക്കുന്നത്, അതേപോലെ ഈ പ്രപഞ്ചത്തിലെല്ലാം ജ്ഞാനിയുടെ പ്രകാശം പരന്നൊഴുകും. അപ്പോൾ ഒരു ജ്ഞാനിയുടെ പ്രകാശം എപ്പോഴും ഈ പ്രപഞ്ചത്തിലാകെ നിറഞ്ഞു വിലസും. അറിവും പിന്നടക്കവും അഖണ്ഡജ്ഞാനത്തോടും പിരിയാതിരിപ്പോർ ശിവലോകത്തിൽ വാഴുന്നവരാണ്. ഇങ്ങനെയുള്ള ജ്ഞാനികൾ, ശിവജ്ഞാനികൾ വസിക്കുന്ന സ്ഥലം ഏതാണ്? ശിവലോകമാണ്. എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത്? അറിവ്, അടക്കം, അഖണ്ഡജ്ഞാനത്തോടെ പിരിയാതിരിക്കുന്ന അവസ്ഥ. അതായത് 24 മണിക്കൂറും അഖണ്ഡജ്ഞാനത്തിൽ തന്നെ ലയിച്ചിരിക്കുന്ന ആ ശിവജ്ഞാനികൾ വാഴുന്നിടം ശിവലോകമത്രേ. അതാണ് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഏത് മുക്കിലും മൂലയിലും ഒരു ശിവജ്ഞാനി വാണാൽ ആ പ്രദേശം തന്നെ ശിവലോകമായി മാറും. അതാണ് പ്രത്യേകത.
പിന്നെ കുറിയും ഗുണവും ഗുരുപാദവും നീങ്ങിടാത്ത നിറിയതുള്ളവർക്കിത് നീരിൽ പ്രകാശം താനേ. ആ പ്രദേശത്തുള്ള സാത്വിക ഗുണമുള്ളവർ ഈ പ്രകാശത്തെ ഉൾക്കൊള്ളുക തന്നെ ചെയ്യും. അപ്പോൾ എവിടെയാണോ ഒരു ശിവജ്ഞാനി ഏകാന്തത്തിലിരിക്കുന്നത്, ആ പ്രദേശത്തിലുള്ള സാധാരണക്കാർക്ക് പോലും ആ പ്രകാശത്തെ, ജ്ഞാനപ്രകാശത്തെ ഉൾക്കൊള്ളാൻ കഴിയും. അപ്പോൾ ഒരു ശിവജ്ഞാനി വസിക്കുന്നിടം ശിവലോകമാണ്. ആ പ്രദേശത്തുള്ളവർക്ക് അവരറിയാതെ തന്നെ അവരിൽ ശിവജ്ഞാനപ്രകാശം നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവപ്പെടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ശിവജ്ഞാനികൾ വസിക്കുന്നിടം ശിവലോകമാണ്. അതുകൊണ്ടാണ് ഭാരതത്തെ പുണ്യഭൂമി എന്ന് പറയാൻ കാരണം. ഇങ്ങനെയുള്ള അനേകം ശിവജ്ഞാനികൾ അവരുടെ സമ്പൂർണ്ണ ശിവജ്ഞാന യോഗത്താൽ ആ പ്രദേശങ്ങളാകെ പുണ്യഭൂമിയാക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് ഭാരതത്തെ പുണ്യഭൂമി എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ജ്ഞാനവും 4 മട്ടുണ്ടെങ്കിലും ജ്ഞാനത്തിങ്കൽ ജ്ഞാനമേ ഞാനാണെന്ന് തെല്ലും കണക്കാക്കാതെ ജ്ഞാനത്തിൽ യോഗവും മേനാഥാന്ത ജ്യോതിയാവും. ജ്ഞാനത്തെ ശ്രവിപ്പതേ മുക്തിക്ക് ബീജമാകും. ജ്ഞാനത്തെ ശ്രവിക്കുന്നത് തന്നെ. ഇങ്ങനെയുള്ള ശിവജ്ഞാനികൾ മൗനികളായിരിക്കും. പക്ഷേ ആ മൗനം എന്തായി മാറുന്നു? ജ്ഞാനത്തെ ശ്രവിക്കുന്നത്. ആ മൗന സാധനയെ കാണുന്നവർക്ക് തന്നെ മുക്തിയുടെ ബീജം അവരിൽ അങ്കുരിക്കും. അപ്പോൾ ശിവജ്ഞാനികളെ കാണുന്നത്, അവരുടെ വാക്കുകൾ കേൾക്കുന്നത്, അവരെ സ്പർശിക്കുന്നത്, അവരുടെ ഉപസ്ഥാനത്ത് അടുത്ത് ഇരിക്കുന്നത്, ഇതെല്ലാം തന്നെ ഒരു സാധാരണക്കാരന് ശിവജ്ഞാനത്തെ അവൻ അറിയാതെ തന്നെ അവൻ്റെ ഉള്ളിൽ ബീജാവാപം ചെയ്യും. ജ്ഞാനവും 4 മട്ടുണ്ട്. ഈ ശിവജ്ഞാനികൾ തന്നെ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ശിവജ്ഞാനികളുണ്ട്. ചില ശിവജ്ഞാനികൾ ക്രിയ ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ആ ക്രിയയിൽ എന്തുണ്ടാവും? ജ്ഞാനം നിറഞ്ഞു നിൽക്കും. അങ്ങനെയുള്ള യോഗികളെ ക്രിയാജ്ഞാനികൾ എന്ന് പറയുന്നു. ചിലർ ചര്യ ചെയ്യുന്നവരായിരിക്കും. ആ ചര്യയിൽ അവർ ജ്ഞാനത്തെ സാക്ഷാത്കരിക്കും. അങ്ങനെ ചര്യയിലൂടെ ജ്ഞാനത്തിലെത്തിച്ചേരുന്നവർക്ക് ജ്ഞാനചര്യ അല്ലെങ്കിൽ ജ്ഞാനി എന്ന് വിളിക്കും. പിന്നെ അതേപോലെ യോഗ പദ്ധതികളിലൂടെ ജ്ഞാനത്തിലെത്തിച്ചേരുന്നവരുണ്ട്. അവരെ ജ്ഞാനയോഗികൾ എന്ന് വിളിക്കുന്നു. പിന്നെ വേറെ ചിലരുണ്ട് ജ്ഞാനമാർഗത്തിൽ കൂടി തന്നെ ജ്ഞാനത്തിൻ്റെ പരമോന്നതമായ അവസ്ഥയിൽ എത്തിച്ചേരുക. ഇതാണ് ജ്ഞാനത്തിൽ ജ്ഞാനി എന്ന് പറയുന്ന അവസ്ഥ. ഈ 4 തരം ജ്ഞാനികളിൽ ഏറ്റവും ഉത്തുംഗമായ അവസ്ഥയിൽ എത്തിച്ചേർന്നവരാണ് ജ്ഞാനത്തിൽ ജ്ഞാനികൾ. വള്ളലാർ ഇങ്ങനെ എത്തിച്ചേർന്ന ഒരു മഹായോഗിവര്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവത്യാഗത്തെ ജ്ഞാനത്തിൽ ജ്ഞാനിയുടെ ജീവത്യാഗം എന്നാണ് പറയുന്നത്. അതായത് അവർ ഇരുന്ന ഇരിപ്പിൽ തന്നെ അപ്രത്യക്ഷരായിത്തീരുന്നു. വള്ളലാർ ഒരു മുറിയിൽ കയറി ഇരുന്നു. പിന്നീട് അദ്ദേഹത്തെ ആരും കണ്ടവരില്ല. ഇത് തന്നെയാണ് സുന്ദരമൂർത്തി നായനാറുകളുടെ അവസ്ഥ. സുന്ദരമൂർത്തി നായനാർ ധ്യാനനിരതനായിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. അതേപോലെ തന്നെ ചേരമാൻ പെരുമാളും ഇത് തന്നെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. അതുപോലെ ഔവ്വയാറിനെയും ഇതേപോലെ ധ്യാനനിരതനായിക്കൊണ്ട് ഗണപതി പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെന്ന് പറയുന്നു. പിന്നെ ഔവ്വയാറെ കണ്ടവരില്ല. ഇതാണ് ജ്ഞാനത്തിൽ ജ്ഞാനികളുടെ അവസ്ഥ. ഏറ്റവും സർവശ്രേഷ്ഠമായ ജ്ഞാനാവസ്ഥയാണ് ജ്ഞാനത്തിൽ ജ്ഞാനം. അപ്പോൾ ജ്ഞാനത്തിൽ യോഗമുണ്ട്, ജ്ഞാനത്തിൽ ക്രിയയുണ്ട്, ജ്ഞാനത്തിൽ ചര്യയുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും ഉയർന്ന പടിയിലുള്ളവരാണ് ജ്ഞാനത്തിൽ ജ്ഞാനികൾ.
ജ്ഞാനികൾ ജ്ഞാനഭൂമികൾ നാലും താണ്ടിയോൻ പുനർജന്മഹേതുവാം പുണ്യപാപങ്ങൾ കടന്നോരാം ബ്രഹ്മസ്വരൂപമായും ജ്ഞാനത്തെ കണ്ടു. എന്നാൽ ശാശ്വത ശുദ്ധൻ പിന്നെ ശിവമുക്തൻ. പിന്നെ ആ ജ്ഞാനി ശിവമുക്തനാണ്, ശിവനിൽ ലയിച്ചേരുന്നു, ശാശ്വത ശുദ്ധനാണ്, അദ്ദേഹത്തിൽ കളങ്കങ്ങളില്ല, ബ്രഹ്മസ്വരൂപമാണ്. പിന്നെ പുണ്യപാപങ്ങളൊന്നും അയാളെ യേശുന്നില്ല, അതിനെല്ലാം അപ്പുറം എത്തിച്ചേർന്നവനാണ് ജ്ഞാനി. ജ്ഞാനഭൂമികൾ നാലും താണ്ടിയോൻ, ഈ 4 ജ്ഞാനഭൂമികളും താണ്ടിയോൻ പുനർജന്മം ഇല്ലാത്ത പുണ്യപാപ കർമ്മങ്ങളില്ലാത്ത ബ്രഹ്മാണ്ഡ സ്വരൂപമായിത്തീരും. ഇനി അടുത്തോട്ട് നോക്കൂ. ജ്ഞാനശാസ്ത്രം പഠിച്ചോ തന്നെ കണ്ടുണർന്നിടും, ജ്ഞാനത്തിൽ വിശേഷമൊന്നേ പരദർശനത്തെക്കാട്ടും, ജ്ഞാനനിർവ്വാണം ശിവൻ തന്നെ അരുൾ കാഴ്ചയാകും, ജ്ഞാനാഭിഷേകം ഭർത്താൽ സദ്ഗുരുപാദമാകും. ഈ സദ്ഗുരുവിൻ്റെ പാദം തന്നെയാണ് ജ്ഞാനാഭിഷേകം. അപ്പോൾ ഗുരുപാദുകങ്ങളെ പൂജിക്കുന്നത്, ഗുരുവിൻ്റെ പാദങ്ങളെ ഗുരുപാദ പൂജ ചെയ്യുന്നത് തന്നെ സർവജ്ഞാനത്തിനും കാരണമായിത്തീരും, ജ്ഞാനനിർവ്വാണത്തിനത് കാരണമായിത്തീരും. അപ്പോൾ ഗുരുപാദ പൂജ ചെയ്യുന്നത് തന്നെ ജ്ഞാനമാർഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന പടിയാണ്. ജ്ഞാനത്തിൽ വിശേഷമൊന്നേ പരദർശനത്തെക്കാട്ടും, അതിലൂടെ ജ്ഞാനത്തിൻ്റെ പരമോന്നതമായ പരദർശനം, ശിവദർശനം ആ സാധകന് ലഭിക്കും. അപ്പോൾ സാധകൻ അവസാനം എത്തിച്ചേരുന്നത് ജ്ഞാനത്തിൽ ജ്ഞാനിയായിട്ടാണ്. ആ ജ്ഞാനിക്ക് പിന്നീട് ശിവപദം തന്നെയാണ് ലഭിക്കുക, ശിവപദത്തിൽ തന്നെ ലയിച്ചു ചേരുന്നു. അത് പലതരത്തിൽ വരാം, സാരൂപ്യഭാവത്തിൽ വരാം, സാലോക്യഭാവത്തിൽ വരാം, പിന്നെ സായുജ്യമാർഗത്തിലും വരാം. അതിനെക്കുറിച്ച് തിരുമൂലദേവൻ പിന്നീട് പറയുന്നുണ്ട്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.